കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ എംപിക്ക് വീർ സവർക്കർ പുരസ്കാരം ലഭിച്ചത് സംബന്ധിച്ച ചോദ്യത്തോട് കൈകൂപ്പി തൊഴുത് വി.ഡി. സതീശൻ. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. തരൂരിന്റെ സവർക്കർ പുരസ്കാര വിവാദത്തിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളെ കൈകൂപ്പി തൊഴുത് ഒന്നും പറയാനില്ലെന്ന രീതിയിൽ വി.ഡി. സതീശൻ പോയി. കേരളത്തിൽ കോൺഗ്രസിനും സംഘപരിവാറിനുമിടയിലെ പാലമായ ശശി തരൂരിന് പരിവാർ സംഘടനയായ HRDS ഇന്ത്യയുടെ പ്രഥമ സവർക്കർ പുരസ്കാരം ലഭിച്ചത് ഏറെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തരൂരിന് സവർക്കർ പുരസ്കാരം സമർപ്പിക്കുമെന്നായിരുന്നു വിവരം. ബ്രിട്ടീഷുകാരോട് പലവട്ടം മാപ്പ് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയും ഗാന്ധി വധക്കേസിൽ പ്രതിചേർക്കപ്പെടുകയും ചെയ്ത ഹിന്ദുത്വ തീവ്രവാദിയായ സവർക്കറുടെ പേരിലുള്ള പ്രഥമ പുരസ്കാരം തരൂരിന് പുറമെ മറ്റ് 6 പേർക്ക് കൂടിയുണ്ട്. പുരസ്കാരം ഏറ്റുവാങ്ങാൻ തരൂർ സന്നദ്ധത അറിയിച്ചതായി സംഘാടകരായ HRDS അറിയിച്ചിരുന്നു. സമീപകാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച് നടത്തുന്ന പ്രസ്താവനകൾ കൂടി കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത്. തരൂരിന്റെ സംഘപരിവാർ ചായ്വിനെ കോൺഗ്രസിന്റെ കേരള ഘടകവും പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് ഉയർന്ന വിമർശനം. ശബരിമലയിലെത്തിയ വി.ഡി. സതീശൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് ശശി തരൂരിന്റെ സവർക്കർ പുരസ്കാര വിവാദത്തിലും പ്രതികരണം തേടിയത്. ചോദ്യത്തിൽ പ്രതികരിക്കാതെ കൈകൂപ്പി തൊഴുത് ഒന്നും പറയാനില്ലെന്ന രീതിയിൽ വി.ഡി. സതീശൻ പോവുകയായിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിലും അടൂർ പ്രകാശ് വിവാദത്തിലും വി.ഡി. സതീശൻ മറുപടി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ചതിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും നിലപാടിൽ മാറ്റമില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ദിലീപിനെ പിന്തുണച്ചുകൊണ്ടുള്ള അടൂർ പ്രകാശിന്റെ പരാമർശം അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ചെറിയ സ്ലിപ്പ് മാത്രമാണെന്നും പിന്നീട് അദ്ദേഹം തന്നെ നിലപാട് തിരുത്തിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. AICC അധ്യക്ഷ പദവി ആഗ്രഹിച്ച ശശി തരൂർ ഇപ്പോൾ പാർട്ടിയുടെ അകത്താണോ പുറത്താണോ എന്ന് വ്യക്തമല്ലാത്തൊരു രാഷ്ട്രീയ അവസ്ഥയിലാണ്. നിരവധി വിഷയങ്ങളിലാണ് തരൂരും കോൺഗ്രസ് നേതൃത്വവുമായി വിയോജിപ്പുകളുള്ളത്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ഉടലെടുത്ത ആശയവൈരുദ്ധ്യങ്ങളാണ് തരൂരിനെ നേതൃത്വവുമായി അകറ്റിയത്. ഇത് G24 എന്ന പാർട്ടിയിലെ തിരുത്തൽ ശക്തികളുമായുള്ള ബന്ധത്തിൽ നിന്നും ഉടലെടുത്തതാണ്. കുടുംബാധിപത്യമാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ചതെന്നായിരുന്നു G24 നേതാക്കളുടെ ആരോപണം. തരൂർ ഇതാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും. AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന മല്ലികാർജുൻ ഖാർഗെക്കെതിരെ പാർട്ടിയുമായി ആലോചിക്കാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെയാണ് തരൂരും പാർട്ടി നേതൃത്വവും തമ്മിൽ അകലാൻ തുടങ്ങിയത്. ഇതോടെ തരൂർ ഹൈക്കമാൻഡിന്റെ റഡാറിൽ നിന്നും തെന്നിമാറി. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനും നേതൃനിരയിലേക്ക് ഉയരാനും തരൂർ ശ്രമിച്ചെങ്കിലും ഒരു പരിഗണനയും ഇവിടെ ലഭിച്ചില്ല. പാർലമെന്റിൽ കോൺഗ്രസ് ഉപനേതാവാകാനുള്ള ശ്രമവും വിജയം കണ്ടില്ല. ഇതാണ് തരൂരിനെ നിരാശനാക്കിയത്. ഇതോടെ തരൂർ വിമതസ്വരം ഉയർത്തിക്കൊണ്ടിരുന്നു. വിയോജിപ്പുകൾ ശക്തമായി പ്രകടിപ്പിച്ചാലേ പരിഗണിക്കപ്പെടൂ എന്ന ധാരണയാണ് തരൂരിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വേണ്ട പരിഗണന തരൂരിന് നൽകിയതുമില്ല. ഏപ്രിൽ 22-ന് നടന്ന പാകിസ്ഥാൻ ഭീകരർ നടത്തിയ പഹൽഗാം ആക്രമണവും പട്ടാളം പാക് ഭീകരർക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും ഭരണകക്ഷിയായ BJPയും പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും തമ്മിൽ കടുത്ത രാഷ്ട്രീയ പോരിന് വഴിയൊരുക്കിയപ്പോൾ തരൂർ പാർട്ടിയെ വെട്ടിലാക്കി രംഗത്ത് വന്നു. ഇത് BJPയിലേക്കുള്ള എളുപ്പവഴിയായി മാറുകയാണിപ്പോൾ. രാജ്യത്തെ സാധാരണ പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസിന്റെ നിലപാടുകളിൽ നിന്നും വിരുദ്ധമായൊരു നിലപാടാണ് ശശി തരൂർ പാർലമെന്റിലും പുറത്തും സ്വീകരിച്ചത്. ഇത് BJPക്ക് വലിയ പിടിവള്ളിയായി. മോദി സ്തുതിയും കോൺഗ്രസ് വിരുദ്ധ നിലപാടും ആവർത്തിച്ചു കൊണ്ടിരുന്ന തരൂർ നേതൃത്വത്തിന് വലിയ തലവേദനയായിട്ടുണ്ട്. എന്നാൽ പാർട്ടിയിൽ നിന്നും അച്ചടക്ക നടപടി സ്വീകരിച്ച് പുറത്താക്കിയാൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാവുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. ഇത് തരൂരിന് ഗുണകരമാവും. ശശി തരൂർ BJPയിൽ ചേരാനുള്ള സാധ്യത കോൺഗ്രസ് തള്ളുകയാണ്. എന്നാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തരൂരിനെതിരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കൽ പോലുള്ള കടുത്ത നടപടിയിലേക്ക് പോകരുതെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നിലപാട്.